ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തായ് റൈറ്ററായ ററ്റാവുഡ് ലാപ്ചറായോൻസാപ്പ് എഴുതിയ സൈറ്റ് സീയിങ് എന്ന സ്റ്റോറിയാണ്. സോ ടു ബിഗിൻ വിത്ത് ററ്റാവുഡ് ലാപ്ചറായോൻസാപ്പ്, ആൾ ജനിച്ചത് അമേരിക്കയിലാണ്, പക്ഷെ വളർന്നതൊക്കെ തായ്ലാൻഡിലാണ്. ആൻഡ് ആൾ എഴുതുന്നതൊക്കെ ഇംഗ്ലീഷിലുമാണ്. ആളുടെ ഫസ്റ്റ് ഷോർട്ട് സ്റ്റോറി കളക്ഷനാണ് ഈ പറയുന്ന സൈറ്റ് സീയിങ് എന്നുള്ളത്. ആൻഡ് ഈ സൈറ്റ് സീയിങ്ങിൽ തന്നെ ഈ ഷോർട്ട് സ്റ്റോറി കളക്ഷനിൽ ഒരു സ്റ്റോറിയാണ് നമുക്ക് പഠിക്കാനുള്ള ഈ സൈറ്റ് സീയിങ് എന്ന് പറയുന്നത്. ഈ ഷോർട്ട് സ്റ്റോറി കളക്ഷനിലെ മറ്റ് സ്റ്റോറീസാണ് ഫറാങ്, കോക്ക് ഫൈറ്റർ, അറ്റ് ദ കഫേ ലവ്ലി, ഡ്രാഫ്റ്റി, പ്രിസില ദ കംബോഡിയൻ, ഡോണ്ട് ലെറ്റ് മീ ഡൈ ഇൻ ദിസ് പ്ലീസ് എന്നൊക്കെ പറയുന്നത്. പിന്നെ ആൾ പ്രധാനമായും എഴുതുന്നത് തായ് കണ്ടംപററി ലൈഫിനെ പറ്റിയിട്ടും തായ്ലൻഡ് സൊസൈറ്റിയെ പറ്റിയിട്ടും പിന്നെ ലോക്കൽ ഇഷ്യൂസിനെ പറ്റിയിട്ടും ടൂറിസത്തിന് ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്ത് എഴുതുന്ന ഒരു റൈറ്ററാണ് ഈ ററ്റാവുഡ് ലാപ്ചറായോൻസാപ്പ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് സൈറ്റ് സീയിങ്ങിൻ്റെ കഥ എന്താണ് എന്ന് നമുക്ക് നോക്കാം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു കാഴ്ച കാണാൻ അല്ലെങ്കിൽ ഒരു സ്ഥലം കാണാനായിട്ട് യാത്ര പോകുന്ന ഒരമ്മയുടെയും മകൻ്റെയും കഥയാണ് സൈറ്റ് സീയിങ്ങിൽ പറയുന്നത്. അമ്മയുടെ പേര് സ്റ്റോറിയിൽ വ്യക്തമാക്കുന്നില്ല, എന്നാൽ മകനെ അമ്മ ലൂക്ക് എന്ന് റെഫർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മുൻപ് പറഞ്ഞതുപോലെ കഥ നടക്കുന്നത് തായ്ലാൻഡിലാണ്. ആൻഡ് ഇവരൊരു യാത്ര പോവുകയാണെന്ന് നമ്മൾ പറഞ്ഞു. ആൻഡമാൻ ഐലൻഡിലേക്കാണ് ഇവരുടെ യാത്ര. വളരെ സാധാരണക്കാരായ ഇത്ര കാലവും തായ് സൊസൈറ്റിയിൽ ജീവിച്ച ഈ അമ്മയ്ക്കും മകനും പെട്ടെന്നൊരു യാത്ര പോകുന്നതിന് പിന്നിൽ കൃത്യമായ ഒരു കാരണമുണ്ട്. മൈഗ്രെയിൻ ഇൻഡ്യൂസ്ഡ് റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് എന്ന രോഗാവസ്ഥ കാരണം അമ്മ എന്ന ക്യാരക്ടറിന് ദൈനംദിനം കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആൾ എപ്പോൾ വേണമെങ്കിലും പൂർണ്ണമായും ബ്ലൈൻഡ് ആകുമെന്ന് ഡോക്ടേഴ്സ് പറയുകയാണ്. അപ്പോൾ അതിനു മുമ്പ് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലോകത്തിലെ ചില കാഴ്ചകളെങ്കിലും കാണണം എന്ന ആ അമ്മയുടെ ആഗ്രഹത്തിനോടൊപ്പം നിന്നുകൊണ്ട് ആ മകനും ആ അമ്മയും കൂടി കാഴ്ച കാണാൻ ഇറങ്ങുന്ന അല്ലെങ്കിൽ സൈറ്റ് സീയിങ്ങിനായി പോകുന്ന യാത്രയാണ് ഈ കഥ ഉടനീളം പറയുന്നത്. കഥയുടെ തുടക്കം മുതൽ തന്നെ വളരെ ബ്യൂട്ടിഫുള്ളായ ആ ജേണിയെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടാണ്, ഒരു പിക്ടോറിയൽ ഡിസ്ക്രിപ്ഷൻ എന്നൊക്കെ നമ്മൾ പറയുന്ന രീതിയിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അവർ പോകുന്ന യാത്രയെ ഇവിടെ വർണ്ണിക്കുന്നുണ്ട്. സൗത്ത് ബൗണ്ട് ട്രെയിനിലാണ് ഇവരാദ്യം യാത്ര ചെയ്യുന്നത്. ആ ട്രെയിൻ യാത്രയ്ക്കിടയിൽ ഒരു സൈഡിൽ തായ്ലാൻഡിൻ്റെ ബ്രൗണിഷ് ഷെയ്ഡ്സും മറ്റൊരു സൈഡിൽ ആർച്ചിപ്പലാഗോയുടെ ബ്ലൂ ഷെയ്ഡും അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഇത്തരത്തിൽ സ്പെസിഫിക് ആയിട്ടുള്ള ജോഗ്രഫിക്കൽ ലൊക്കേഷൻസൊക്കെ പറഞ്ഞു തന്നെയാണ് ഇവർ പോകുന്നത്. ഇവർ പോകുന്ന അല്ലെങ്കിൽ ഇവർക്കിനി പോകേണ്ട യാത്ര എന്ന് പറയുന്നത് വളരെ എക്സോസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ട്രിപ്പാണ് എന്ന് മെൻഷൻ ചെയ്യുന്നുമുണ്ട് നമ്മുടെ ലൂക്ക്. അതായത് 12 hours ഇവർക്ക് ട്രെയിനിൽ യാത്ര ചെയ്യണം. ശേഷമുള്ള 8 മണിക്കൂർ ബോട്ടിലും ഇവർക്ക് യാത്ര ചെയ്യേണ്ടി വരും. കാര്യം ഇവർ പോകുന്നത് ലുക്മാക് എന്ന് പറയുന്ന ഒരു ഐലൻഡിലേക്കാണ്. അതായത് ആൻഡമാൻ ഐലൻഡ്സിലെ ഒരു ലോങ് ചെയിൻ ഓഫ് ഐലൻഡ്സിൽ ഒരു പെടുന്ന ഒരു ചെറിയ ഫോറസ്റ്റ് ആൻഡ് സ്റ്റോണൊക്കെ ഉള്ള ഒരു ഐലൻഡാണ് ഈ കോ ലുക്മാക് എന്ന് പറയുന്നത്. അത് മാപ്പിൽ പോലും കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ് എന്ന് ഇവർ പറയുന്നുമുണ്ട്. അപ്പോൾ ഇവർ യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ട്രെയിൻ ജേണി ട്രാങ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇവർ നിർത്തും. അതിനുശേഷം അവിടെ നിന്ന് അവർ കടൽ മാർഗ്ഗമാണ് താറ്റയൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ബോട്ട് ഹയർ ചെയ്തിട്ട് അവിടെ നിന്ന് ബൈ സീ റൂട്ടാണ് അവർ പോകുന്നത്. അതിനുശേഷം അവർ കോ ട്രവെയിൻ എന്ന് പറയുന്ന ഒരു അബാൻഡൻഡ് പീനൽ കോളനിയിൽ, ആൻഡമാൻ ഐലൻഡിലെ തന്നെ പീനൽ കോളനിയിൽ എത്തിയിട്ട് അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് നൈറ്റ് ഫോളിന് മുമ്പേ, രാത്രിയാകുന്നതിന് മുമ്പേ ലുക്മാക്കിൽ എത്തുന്ന രീതിയിലാണ് ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അമ്മയുടെ ഏറ്റവും വലിയ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഈ ഒരു ലുക്മാക്ക് സന്ദർശിക്കുക എന്നുള്ളത്. അതിന് പിന്നിലൊരു റീസണും ഉണ്ടായിരുന്നു. അതായത് അമ്മ ഒരു കോർപ്പറേറ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുമായിരുന്നു അമ്മ ഇത്ര കാലവും. സിംഗിൾ മദറാണ്. ഹസ്ബൻഡിനെ പറ്റിയിട്ട് പറയുന്നില്ല. ഓക്കെ, അങ്ങനെ ഇത്ര കാലവും അമ്മ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അമ്മ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ബോസിൻ്റെ ബുള്ളറ്റിൻ ബോർഡിൽ ഒരുപാട് കാലമായിട്ട് ഈ കോ ലുക്മാക്കിൻ്റെ ഇമേജ് അവിടെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരുപാട് നാളായി കാണുന്നത് കൊണ്ട് തന്നെ അമ്മയ്ക്ക് ഈ ഒരു സ്ഥലത്തേക്ക് പോകണം എന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഉള്ളിൽ. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു അവസരം വന്നപ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ ഡോക്ടേഴ്സ് മറ്റൊരു സ്ഥലത്തേക്ക് ഒന്ന് റിലാക്സേഷൻ എന്നോണം, അല്ലെങ്കിൽ യു ഹാവ് ടു മൂവ് ഔട്ട് ഓഫ് ദ സിറ്റി എന്നൊക്കെ പറയുമ്പോൾ ഇവർ ആൻഡമാനിലേക്ക്, ഈ ലുക്മാക്കിലേക്ക് തന്നെ നോക്കി വരുന്നത് അതുകൊണ്ടാണ്. അമ്മയുടെ രോഗാവസ്ഥയെ മനസ്സിലാക്കാതെ പോയ കുറച്ച് സന്ദർഭങ്ങളെ പറ്റിയിട്ട് ലൂക്ക് പറയുന്നുണ്ട്. അതായത് ഫോൾ സ്റ്റെപ്സ്
ankle turn from the stair step, spilled coffee, ratcheting of the porcelain cups, cut in cooking burns. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഇൻസ്റ്റൻസ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിരത്തുന്നുണ്ട്. അതായത് നടന്നു പോകുമ്പോൾ പെട്ടെന്ന് കാല് തെറ്റി വീഴുക, കോഫി സ്പില്ല് ചെയ്യുക, അറിയാതെ കോഫി കമിഴ്ത്തി വിടുക, പിന്നെ നടക്കുമ്പോൾ അറിയാതെ ഫേർണിച്ചേഴ്സിലൊക്കെ കാലിടിക്കുക, കാല് മുട്ടുക, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ അൺനോട്ടീസ് ചെയ്ത് വിട്ട കാര്യങ്ങളാണ്. അതുപോലെ അമ്മ നന്നായി മേക്കപ്പൊക്കെ ചെയ്ത് വളരെ ഭംഗിയായിട്ട് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ പുരികത്തിൻ്റെ അവിടെയൊക്കെ മേക്കപ്പ് ചെയ്യുമ്പോൾ ഒരു സൈഡ് അൺഈവനായിട്ടും ഒരു സൈഡ് ഭയങ്കര ആർച്ച്ഡായിട്ടുമൊക്കെ തോന്നുന്ന സന്ദർഭങ്ങളൊക്കെ വരാറുണ്ടായിരുന്നു. ബട്ട് അവരത് ഏജിങ്ങിൻ്റെ പാർട്ടാണെന്ന് വിചാരിക്കുകയോ എന്തുവാണ് ചെയ്തത്. അല്ലെങ്കിൽ അത് മൈഗ്രെയിൻ ആയിരിക്കാം, പ്രായമാവുന്നത് കൊണ്ടോ മൈഗ്രെയിൻ കൊണ്ടുള്ള ഇതൊക്കെയാണ് എന്നവർ വെറുതെ അങ്ങ് കൺസിഡർ ചെയ്തു പോയി. ഒരിക്കലും അതൊരു രോഗാവസ്ഥയിലേക്ക് എത്തുമെന്ന് അവർ ചിന്തിച്ചില്ല. ഒപ്പം ഈ എന്ന് പറയുന്ന ക്യാരക്ടർ ഭയങ്കര വർക്കഹോളിക് ആയിട്ടുള്ളൊരു ലേഡിയാണ്. അതായത് മലേറിയ വന്ന് കിടന്നിട്ട് പോലും ഓഫീസുകാർ ഇനിയിപ്പോയി റെസ്റ്റ് എടുക്കൂ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിട്ട ആളാണ്. അപ്പോൾ അത്രയും വർക്കഹോളിക്കായിട്ട് എപ്പോഴും ജോലിക്ക് അത്രയും ആത്മാർത്ഥതയോടുകൂടി ജോലി ചെയ്യുന്ന ഒരാളാണ്. റെഡ് ക്രോസ് കർഫ്യൂ ഡേയിൽ പോലും ജോലിക്ക് പോയി എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലൂക്ക് നോക്കുമ്പോൾ അമ്മ ലീവ് എടുത്ത് വീട്ടിൽ നിൽക്കുന്നതൊക്കെ കാണുന്നു. മൈഗ്രെയിൻ ആണ് എന്നാണ് ചോദിച്ചപ്പോൾ പറഞ്ഞത്. അങ്ങനെ ഒരു ദിവസം ഇവർ വീട്ടിൽ നിൽക്കുന്ന ടൈമിൽ പെട്ടെന്ന് ലൂക്ക് ഒരു ശബ്ദം കേൾക്കുകയാണ്. അതായത് ബാത്റൂമിൽ മേലിൽ എന്തോ വന്ന് വീഴുമ്പോഴത്തെ ഒരു സൗണ്ട് ലൂക്ക് കേൾക്കുകയാണ്. അങ്ങനെ ലൂക്ക് വീണ്ടും കിച്ചണിൽ ജോലി ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വലുതായിട്ട് കുറച്ചുകൂടി വലിയൊരു എന്തോ വന്ന് വീഴുന്നത് പോലൊരു സൗണ്ട് കേൾക്കുകയാണ്. അങ്ങനെ ലൂക്ക് രണ്ടും കൽപ്പിച്ച് മേലെ ചെന്ന് നോക്കുമ്പോൾ ബാത്റൂമിൽ അമ്മ അവിടെ കിടക്കുന്നതാണ് ലൂക്ക് കാണുന്നത്. സോ എന്ത് പറ്റിയെന്ന് വെച്ചാൽ പെട്ടെന്ന് അമ്മയ്ക്ക് ബ്ലാക്ക് ഔട്ടായി, കണ്ണ് കാണാതെയായി, ഒരു ക്ഷീണം പോലെയൊക്കെ വന്ന് അമ്മ അവിടെ കമിഴ്ന്ന് വീഴുകയാണ് ഉണ്ടായത്. അങ്ങനെ ലൂക്ക് അമ്മയും കൂട്ടി ഹോസ്പിറ്റലിൽ പോവുകയാണ്. അവർ ബാങ്കോക്കിലുള്ള ഏറെക്കുറെ ഒരുപാട് ഹോസ്പിറ്റൽസിൽ ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ ഒക്കെ അഭിപ്രായം ചോദിക്കുന്നുണ്ട്. വിട്രക്ടമി ചെയ്യാം എന്നൊരു സൊല്യൂഷനിലേക്ക് എത്തുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഒരു പക്ഷേ പൂർണ്ണമായും കാഴ്ച നഷ്ടപ്പെടും. അത് ചെയ്താലും ചെയ്തില്ലെങ്കിലും നഷ്ടപ്പെടും എന്നുള്ള കാര്യം ഉറപ്പായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പിന്നെ അതോടൊപ്പം ഈ വിട്രക്ടമി ചെയ്യാൻ കുറച്ച് എക്സ്പെൻസീവുമാണ് എന്നവർക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ ഡോക്ടേഴ്സ് പറയുകയാണ് എന്തെന്ന് റിലാക്സ് ചെയ്യണം, നന്നായി ഉറങ്ങണം, സൂര്യപ്രകാശം നേരിട്ട് കണ്ണിൽ തട്ടാൻ പാടില്ല, ബ്രൈറ്റ് ലൈറ്റ്സിൻ്റെ മുമ്പിൽ പോകാൻ പാടില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞിട്ടൊക്കെ വിടുകയാണ്. കുറച്ച് വിത്തിൻ എ സ്പാൻ ഓഫ് ടൈം നമ്മുടെ അമ്മയുടെ ജോലിയൊക്കെ ഉപേക്ഷിച്ചിട്ട് തായ്ലാൻഡിൻ്റെ മാപ്പ് എടുത്തിട്ട് തനിക്ക് പോകാൻ ഇഷ്ടമുള്ള സ്ഥലങ്ങളെയൊക്കെ പറ്റിയിട്ട് പറയുകയും ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഒരുമിച്ചിരുന്ന് പോകാൻ താല്പര്യപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് മാപ്പിൽ മാർക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഈ സ്ഥലങ്ങളുടെയൊക്കെ റെഫറൻസസ് ചിയാങ് റായ്, ലോപ്ബുരി അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് സ്ഥലങ്ങളുടെയൊക്കെ റെഫറൻസ് ആ ഒരു സമയത്ത് നമുക്ക് ഈ വർക്കിൽ കാണാൻ സാധിക്കും. പക്ഷേ ഇങ്ങനെയൊരു സമയത്തും നമ്മുടെ മകന് ലൂക്കിന് ഉള്ളിലൊരു കുറ്റബോധമുണ്ട്. അതായത് ലൂക്കിൻ്റെ വളരെ നാളത്തെ ഒരു ആഗ്രഹമാണ് പുറത്ത് അപ്പ് ദെയർ ഇൻ നോർത്ത് ഒരു സ്ഥാപനത്തിൽ ലൈബ്രറി സയൻസ് ആസ് എ ലൈബ്രറിയൻ ആവാനായിട്ട് പഠിക്കാൻ പോകണം എന്നുള്ള വലിയൊരു ആഗ്രഹം ആളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ എന്നും സ്ഥിരം ആൾ ചെയ്യുന്നൊരു കാര്യം ഇങ്ങനെ തൻ്റെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത്, ബിക്കോസ് സൂൺ ഹിൽ ബി ലീവിങ് ഫോർ നോർത്ത് ഫോർ ഹിസ് ഹയർ സ്റ്റഡീസ്. അപ്പോൾ ഇത് ഓർമ്മയുള്ളത് കൊണ്ട് അപ്പോൾ എപ്പോഴും ഇങ്ങനെ പാക്ക് ചെയ്യുക, അൺപാക്ക് ചെയ്യുക, ഇതൊക്കെ ആൾ സ്ഥിരം ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അമ്മ എങ്ങനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകും, അങ്ങനെ ഞാൻ പോകുന്നു എന്ന് അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ തെറ്റാണ്. അപ്പോൾ ഞാൻ എങ്ങനെ എത്തരത്തിലുള്ളൊരു മകനാണ് ഞാനെന്നുള്ള ചിന്തയൊക്കെ ആളുടെ മനസ്സിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നാളത്തെ തൻ്റെ ആഗ്രഹം സഫലമാകാൻ പോകുന്നൊരു സമയത്ത് ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ ആൾക്ക് ഈ ഒരു രണ്ട് സിറ്റുവേഷൻ, കാര്യം ഒരു സൈഡിൽ അമ്മയും ഒരു സൈഡിൽ തനിക്ക് ഏറ്റവും ആഗ്രഹമുള്ള പോകാനായിട്ട് ആഗ്രഹമുള്ളൊരു സ്ഥലവുമാണ്. അപ്പോൾ ആ ഒരു രണ്ടിൻ്റെയും ക്രൈസിസിൻ്റെ ഇടയിലാണ് നമ്മുടെ ലൂക്ക് നിൽക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അടുത്ത കഥയിൽ പറയുന്നത് അമ്മ വാങ്ങുന്ന ഒരു സൺഗ്ലാസസിനെ പറ്റിയിട്ടാണ്. ബിക്കോസ് ഡോക്ടേഴ്സ് അമ്മയോട് പറയുന്നുണ്ട് ഈ ഡയറക്റ്റ് സൺലൈറ്റൊന്നും കൊള്ളരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സൺഗ്ലാസ് അവർ വാങ്ങിച്ചു വെക്കുന്നുണ്ട്. ആൻഡ് ഈ സൺഗ്ലാസ് വാങ്ങുന്നതിനും ഒരു കഥയുണ്ട്. അതായത് അമ്മയുടെ സൺഗ്ലാസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹോൺ റിംഡ് പേർപ്പിൾ റൈൻ സ്റ്റോൺ അർമാണി
അങ്ങനത്തെ ഒരു സൺഗ്ലാസ്സാണ് അമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ അമ്മ വാങ്ങിച്ചത് ഈ ചട്ടൂചാക്ക് എന്ന് പറയുന്ന ബസാറിൽ നിന്ന് അമ്മ വിലപേശി വാങ്ങിച്ച ഒരു സൺഗ്ലാസ്സാണത്. നമ്മുടെ ഈ മായ എന്ന് പറയുന്ന ക്യാരക്ടർ ഭയങ്കര വർക്കഹോളിക് മാത്രമല്ല, ആൾക്ക് നല്ല ബാർഗെയിനിങ് പവർ ഉണ്ട് എന്നുകൂടി തെളിയിക്കുന്ന ഒരു സാഹചര്യമാണ് സ്റ്റോറിയിൽ ആ ഒരു ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ അമ്മയ്ക്ക് നല്ല ബാർഗെയിനിങ് പവർ ഉണ്ടെന്ന് കൂടി നമുക്ക് ഈ സ്റ്റോറിയിൽ ഈ ഇൻസ്റ്റൻസിൽ മനസ്സിലാവുന്നുണ്ട്. അതിനുള്ള സാഹചര്യം എന്ന് പറയുന്നത്, അമ്മയ്ക്ക് ഈ സൺഗ്ലാസ് അമ്മ ബാർഗെയിൻ ചെയ്യുമ്പോൾ ആദ്യം അമ്മ പറയുന്ന വില എന്ന് പറയുന്നത് 1200 രൂപയാണ്. അത് 1200 നിന്ന് 1100 എത്തുന്നു. പിന്നെ അത് 1050 എത്തുന്നു. അവസാനം അമ്മ ഒരുപാട് നാടകങ്ങളൊക്കെ കളിച്ച് അവസാനം അമ്മ 65 രൂപയ്ക്കാണ് ആ അർമാണീസ് അല്ലെങ്കിൽ ആ ഒരു പെയർ ഓഫ് സൺഗ്ലാസ് അവിടെ നിന്ന് വാങ്ങുന്നത്. ആൻഡ് ദെയർഫോർ ഷീ ഈസ് ബീൻ ടോൾഡ് ഓർ ഡിസ്ക്രൈബ്ഡ് ആസ് എ വുമൻ ഓഫ് very great bargaining power, who had a combination of wit, common sense economics, high theatrics and old-fashioned psychological manipulation എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ ഇവരുടെ യാത്രയ്ക്കിടയിൽ അമ്മയും മകനും തമ്മിൽ കോൺവെർസേഷൻസ് വളരെ കുറവാണ്. എന്നിരുന്നാൽ പോലും ഇടയ്ക്കൊക്കെ അവർ തമ്മിലുള്ള കോൺവെർസേഷൻസ് ഇവിടെ പറയുന്നുണ്ട്. അതായത് അമ്മ അവനോട് ചോദിക്കുന്നുണ്ട്, എല്ലാം ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം അവൻ ഓക്കെ ആണെന്നൊക്കെ പറയുമ്പോൾ അമ്മ പറയും, ഇല്ല, എന്തോ റോങ് ആണ്, അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ അപ്പ് ദെയർ ഇൻ നോർത്ത് അവിടെ പഠിക്കാൻ പോകുന്നതിനെ പറ്റിയിട്ട് അമ്മ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അതായത് നാളെ ഇപ്പം ഞാൻ കണ്ണ് തുറന്നാൽ അല്ലെങ്കിൽ ഞാൻ ഉറക്കം എണീറ്റാൽ ഞാൻ അന്ധയായി പോവില്ല എന്ന് എന്താണ് ഉറപ്പ്? അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നീ നിൻ്റെ ആഗ്രഹങ്ങൾ ത്യജിക്കേണ്ട കാര്യമില്ല എന്നമ്മ പറയുന്നുമുണ്ട്. തിരിച്ച് അവർ ഹോട്ടലിലേക്ക് പോകുന്ന ടൈമിൽ റോഡ് സൈഡിൽ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാൾ പാട്ട് പാടുന്നതും ഒരു പെർഫോമൻസ് നടത്തുന്നതും അവർ കാണുന്നുണ്ട്. പക്ഷേ ആ ഒരു മൊമെൻറ്റിൽ അവർ ആ ഒരു പെർഫോമൻസിനെക്കാട്ടിലും അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആളെക്കാട്ടിലുമൊക്കെ അവരുടെ ചിന്ത ഉടനെ പോയത് വീട്ടിൽ അവരുടെ കുട്ടികൾ എന്തായിരിക്കും ചെയ്യുക എന്നുള്ള കാര്യമായിരുന്നു. ആൻഡ് ആ ദിവസം അവർ ആ ഹോട്ടലിൽ, തൊട്ടടുത്തുള്ള ഹോട്ടലിൽ ആ ഭിക്ഷക്കാരൻ്റെ എലിജി കേട്ട് ഉറങ്ങി എന്നാണ് പറഞ്ഞ് ആ പോർഷൻ അവസാനിക്കുന്നത്. ഇങ്ങനെയൊരു രോഗാവസ്ഥ ഡിറ്റക്റ്റ് ചെയ്തതിന് ശേഷം അമ്മയ്ക്ക് സ്മോക്കിംഗ് ഹാബിറ്റ് തുടങ്ങിയിട്ടുണ്ട് എന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. കാര്യം ഇവർ ഈ യാത്രക്കിടയിൽ അമ്മയും മകനും ഒരുമിച്ച് സ്മോക്ക് ചെയ്യുന്നുണ്ട്, അവരൊരുമിച്ച് ബിയർ കുടിക്കുന്നുണ്ട്. അമ്മ ഇതുവരെ ഇല്ലാത്തതുപോലെ അല്ലെങ്കിൽ എപ്പോഴും ഫോർമൽ സ്യൂട്ടൊക്കെയാണ് അമ്മ ഇടാറ്. പക്ഷേ ഇപ്പോൾ അമ്മ ഈ ഒരു ട്രിപ്പിന് വന്നപ്പോൾ ജീൻസൊക്കെ ഇടുന്നുണ്ട്, ബ്ലൗസ് ഇടുന്നുണ്ട്, ബാഗി ടീഷർട്ട്സ് പ്രിഫർ ചെയ്യുന്നുണ്ട്, മേക്കപ്പൊക്കെ ഇടുന്നത് നിർത്തുന്നുണ്ട്. അങ്ങനെ ആ ദിവസം കഴിയുകയാണ്. ശേഷം അടുത്ത ദിവസം രാവിലെ ഇവൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അമ്മ തന്നെ നോക്കിയിരിക്കുന്നതാണ് അവൻ കാണുന്നത്. ഇനി ഒരിക്കലും തൻ്റെ മകനെ അങ്ങനെ കാണാൻ അല്ലെങ്കിൽ അവൻ സ്വസ്ഥമായി കിടന്നുറങ്ങുന്നത് കാണാൻ പറ്റില്ലെങ്കിലോ എന്നുള്ള ചിന്തയിലാവാം അമ്മ അത്രയും നന്നായി മകൻ ശാന്തമായി ഉറങ്ങുന്നത് നോക്കിയിരിക്കുന്നത്. അമ്മയുടെ കണ്ടീഷൻ ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ലൂക്ക് ചോദിക്കുന്നുണ്ട് അമ്മയോട്. ബെറ്റർ ആണ് എന്നാണ് പറയുന്നത്. ബ്ലാക്ക് ഡോട്ട്സ് ഒന്നും ഇതുവരെയും വന്നിട്ടില്ല. ബിക്കോസ് അമ്മയ്ക്ക് ഇടയ്ക്ക് കണ്ണിൽ ബ്ലാക്ക് ഡോട്ട് വരും പോലെ തോന്നാറുണ്ടെന്ന് പറയാറുണ്ട്. ആൻഡ് അങ്ങനെ ഒരു ബ്ലാക്ക് ഡോട്ട് വരുന്ന അവസ്ഥ ഒരു കെൽഡോസ്കോപ്പിനുള്ളിൽ കൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണോ ആ കാഴ്ച കാണാൻ പറ്റുന്നത് അതുപോലെയാണ് എന്നാണ് അമ്മ പറയുന്നത്. ആൻഡ് അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സമയവുമാണത്. ആ ഒരു സമയത്ത് അമ്മയ്ക്ക് ഒരു പീസ് ഓഫ് ഒരു റെഡ് ടീഷർട്ട് കണ്ടാൽ അതൊരു നമ്പർ ഓഫ് പീസസ് ഓഫ് എന്താണ് ആ ഒരു സമയത്തെ അമ്മ വിശേഷിപ്പിക്കുന്നത് ആസ് ഇഫ് ദ വേൾഡ് ഈസ് ബ്രേക്കിംഗ് ടു മെനി ടൈനി പീസസ് എന്നാണ്. അതായത് ഒരു കസേര കണ്ടാൽ ഒരുപാട് ബ്രോക്കൺ പീസസ് ഓഫ് ബ്രൗൺ ആയിട്ടായിരിക്കും അമ്മയ്ക്ക് തോന്നുന്നത്. ഒരു പീസസ് ഓഫ് റെഡായിട്ട് അമ്മയ്ക്ക് ചിലപ്പോൾ ടീഷർട്ടിനെ തോന്നും. അതായത് ഒരു അണ്ടർ വാട്ടറിൽ ചെന്ന് നമ്മൾ കണ്ണ് തുറന്ന നമ്മുടെ വിഷൻ എങ്ങനെയാണോ ബുദ്ധിമുട്ടായിരിക്കില്ലേ, അതുപോലെയാണ് അമ്മയ്ക്ക് തോന്നാറ്. അന്നേ ദിവസം അവർ സൺറൈസ് ഒരുമിച്ചിരുന്ന് കാണുന്നുണ്ട്. അപ്പോഴാണ് ആ സൺറൈസ് കാണുമ്പോഴാണ് അമ്മ പറയുന്നത് ഐ ആം ഗോയിങ് ടു മിസ് ഇറ്റ് എന്ന് പറയുന്നുണ്ട്. അടുത്ത് അവർ ഈ ലുക്മാക്കിലേക്കുള്ള ബോട്ട് ജേണിയിലാണ് അടുത്തതായിട്ട് കഥയിൽ പറയുന്നത്. ബോട്ട് ജേണിക്കിടയിൽ അമ്മ പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോവുകയാണ്. എന്നിരുന്നാലും ഈ ട്രവേൺ എത്തിയപ്പോൾ ഈ പീനൽ കോളനിയെ പറ്റിയിട്ടും അത് എങ്ങനെയായിരുന്നു അതിനാ ഒരു ചരിത്രത്തെ പറ്റിയിട്ടുമൊക്കെ അമ്മ അതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട്. അതായത് 1930s and 40s ട്രാവൻ ഒരു പീനൽ കോളനി ആയിരുന്നെന്നും ഇറ്റ് വാസ് എ പ്ലേസ് വെയർ ദിസ് ഗവൺമെൻറ് സെൻഡ് ദിസ് കോൺമാൻ, റോയലിസ്റ്റ്, ഡിസിഡൻറ്റ് റൈറ്റേഴ്സ് ആൻഡ് കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ അമ്മ ചരിത്രം ലൂക്കിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്.
പിന്നെ ഭയങ്കര സീ സിക്നെസ് ഉണ്ടായിരുന്നു അമ്മയ്ക്ക്. അതുകൊണ്ട് തന്നെ അമ്മ പെട്ടെന്ന് കിടന്ന് ഉറങ്ങിപ്പോയി. പക്ഷേ ഈ സീ സിക്നെസ് കാരണം പിന്നീട് വൊമിറ്റൊക്കെ ചെയ്യാനായിട്ട് എണീറ്റപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഇത്രയും വിലപേശി വാങ്ങിച്ച ആ ചൈനക്കാരിൽ നിന്ന് വിലപേശി വാങ്ങിച്ച ആ സൺഗ്ലാസസ് അമ്മയ്ക്ക് കടലിൽ നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ അവർ ഈ വെസ്റ്റ് ട്രവേണിലേക്ക് അവരെത്തുകയാണ്. അവിടെ ഒരു ബംഗ്ലാവിൽ അവർ അന്നേ ദിവസം താമസിക്കുകയാണ്. ലൂക്ക് എന്തായാലും എത്തിയത് കൊണ്ട് തന്നെ തൊട്ട് മുമ്പിൽ കടലാണ്. അപ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്വിം ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നീന്താനായിട്ട് പോവുകയാണ്. അപ്പോൾ ആൾ കടലിലേക്ക് കുളിക്കാനായിട്ട് ഇറങ്ങുമ്പോൾ ആളുടെ വേസ്റ്റ് ഹൈറ്റ് വരെയും വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ ആദ്യം മുങ്ങും, താഴും, പിന്നെ കുറച്ചും കൂടി ഡീപ്പായിട്ട് അണ്ടർ വാട്ടറിലോട്ട് പോവും, പിന്നെയും പൊങ്ങും. അങ്ങനെ ഹി വാസ് കൺട്രോളിങ് ഹിസ് ബ്രീത്ത് ആൻഡ് കമ്മിങ് അപ്പ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. തൻ്റെ അമ്മയ്ക്ക് എങ്ങനെ ആയിരിക്കും ഫീൽ ചെയ്യുക, ഇങ്ങനെയൊരു വിഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ അവിടെ നിന്ന് ആളും ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ഒക്കെ കഴിഞ്ഞ ആൾ പെട്ടെന്ന് പുറത്തേക്ക് വരാൻ നോക്കുമ്പോൾ കടലിൽ ആഴം കുറച്ചുകൂടി കൂടിയതായിട്ട് ആൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ആൾ കരയ്ക്കോട്ട് കയറുകയാണ്. അപ്പോൾ ആ ഹോട്ടലിൻ്റെ ഒരു സൈഡിൽ ഒരു ലേഡി ഇരുന്ന് ഇങ്ങനെ കൈ വീശും പോലെ ആൾക്ക് തോന്നുന്നുണ്ട്. ആൻഡ് ആ ലേഡിയെ ദൂരെ ഇരിക്കുന്ന ആളെ കാണുമ്പോൾ ലൂക്കിനത് തൻ്റെ അമ്മയായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് ലൂക്കിന് വീണ്ടും അവിടെ കൺഫ്യൂഷനാണ്. അതായത് അമ്മയ്ക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടാകുമോ, അമ്മയുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ട് കാണുമോ എന്നുള്ള ചിന്ത പലപ്പോഴായി കഥയിലുടനീളം നമുക്ക് ലൂക്ക് ഭയങ്കര ആങ്ഷ്യസ് ആയിട്ട് ഇതിനെപ്പറ്റി തന്നെ ചിന്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അന്നേ ദിവസം രാത്രി ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ അവർ താമസിച്ച ബംഗ്ലാവിൽ കറണ്ട് പോവുകയാണ്. അപ്പോൾ അമ്മ ഒരു ലാൻറ്റേൺ വെട്ടവുമായിട്ട് അമ്മ വന്ന് അമ്മയും മകനും തമ്മിലൊരു കോൺവെർസേഷൻ നടക്കുകയാണ്. അപ്പോൾ അമ്മ പറയുന്നുണ്ട് അമ്മയ്ക്ക് സ്വന്തമായിട്ട് അമ്മയെ നോക്കാനുള്ള കഴിവുണ്ട് എന്നും, അതായത് മകൻ അമ്മയെ നോക്കിയിരിക്കേണ്ട കാര്യമില്ല, നിനക്ക് നിൻ്റെ പഠനവുമായി മുന്നോട്ട് പോകാമെന്നും ഒക്കെ അമ്മ വളരെ സപ്പോർട്ടീവായിട്ട് അവനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് ഞാൻ അന്ധയാകുന്നു എന്നേ ഉള്ളൂ, ഇല്ലാതെ ഞാൻ മരിച്ചൊന്നും പോകുന്നില്ല. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഐ എം ഗോയിങ് ടു ബി ബ്ലൈൻഡ് ആൻഡ് ഐ എം നോട്ട് ഗോയിങ് ടു ഡൈ എന്നമ്മ പറയുകയാണ്. അമ്മ അടുത്ത് പറയുന്നൊരു വലിയ കാര്യമുണ്ട്. ദർ ഇസ് എ ബിഗ് ഡിഫറൻസ്, എ ഹോൾ വേൾഡ് ഓഫ് ഡിഫറൻസ് ഈവൻ ഇഫ് ബോത്ത് ഓഫ് ദൂസ് തിങ്സ് ഹാപ്പൻ ടു ഗുഡ് പീപ്പിൾ എവറി ഡേ. അതായത് ഈ പറഞ്ഞ ബ്ലൈൻഡ് ആകുന്നതും മരിച്ചു പോകുന്നതും തമ്മിൽ ഒരു വലിയ വ്യത്യാസം തന്നെയുണ്ട് എന്നമ്മ അവിടെ റീഅസേർട്ട് ചെയ്ത് പറയുകയാണ്. ഇപ്പോഴും അവർക്ക് എത്തേണ്ട അല്ലെങ്കിൽ അവർക്ക് കാണേണ്ട ലുക്മാക് ഐലൻഡിലേക്ക് അവർ എത്തിയിട്ടില്ല. അടുത്ത ദിവസം രാവിലെ ഇവരങ്ങോട്ട് പുറപ്പെടുള്ളൂ. അപ്പോൾ രാത്രി ഇവർ കിടന്ന് ഉറങ്ങുകയാണ്. പക്ഷേ രാത്രി എപ്പോഴും നമ്മുടെ ലൂക്ക് കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവിടെ അമ്മയെ കാണുന്നില്ല. ലൂക്ക് ഉറക്കം എണീറ്റ് നോക്കുമ്പോഴത്തേക്കും ദൂരെ ഒരു മുഴുവൻ ഇരുട്ടാണ്, പക്ഷെ ഒരു ഓറഞ്ച് ഷെയ്ഡിലുള്ള ഒരു ഫ്ലിക്കറിങ് ലൈറ്റ്, ഒരു ബ്രൈറ്റ് ലൈറ്റ് മാത്രം കടലിലേക്ക് ഇങ്ങനെ പോകുന്നതായിട്ട് അവന് കാണാൻ സാധിക്കും. അത് തിരിച്ച് നോക്കുമ്പോൾ അമ്മയും കാണാനില്ല. അപ്പോൾ പെട്ടെന്ന് അവൻ വിചാരിക്കുന്നത്, മുമ്പ് ഇവരിങ്ങോട്ട് ബോട്ടിൽ വന്നുകൊണ്ടിരുന്ന ടൈമിൽ, ഈ പീനൽ കോളനിയുടെയൊക്കെ കഥ പറഞ്ഞ ടൈമിൽ അന്ന് അവിടെ മരിച്ചുപോയ ഡെഡ് പ്രിസണേഴ്സിൻ്റെ ആത്മാക്കളൊക്കെ അവിടെ അലഞ്ഞു തിരിഞ്ഞ് നടപ്പുണ്ട് എന്ന് കഥ പറയുന്നുണ്ട്. ഒരു ഫിഷർമാൻ സ്റ്റൈലായിട്ട് അവരിപ്പോഴും പറയുന്നൊരു കാര്യം അവിടെ സംസാരിച്ച് പോകുന്നുണ്ട്. ഇനി അതാണോ എന്നാണ് അവൻ ആദ്യം തിങ്ക് ചെയ്തത്. പക്ഷേ അമ്മ തൊട്ടടുത്തില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ ഒരു ഓയിൽ ലാൻറ്റേൺ കൊണ്ട് അമ്മ തന്നെയാവാം കടലിൻ്റെ അടുത്തേക്ക് നടക്കുന്നത് എന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. അവൻ അമ്മയുടെ പുറകെ ചെല്ലണം. അപ്പോൾ അമ്മ ഒരുപാട് ദൂരം നടന്നെത്തി എന്നവന് മനസ്സിലായി. പക്ഷെ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് ചെല്ലുമ്പോൾ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനാണ്. അതായത് ആ ആകാശം, ആ ഒരു ടൈമിൽ ഒരു സ്കൈ എങ്ങനെയാണ്, അവിടെ കൂടെ ഒരു പേർപ്പിൾ വര എങ്ങനെ പോകുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ആ ഒരു സൺറൈസ് സീനാണ് അവിടെ കാണിക്കുന്നത്. അത് ഈ ഒരു സമയത്ത് കടലിൻ്റെ വെള്ളമൊക്കെ ടൈഡ്സൊക്കെ വളരെയധികം കുറഞ്ഞു നിൽക്കുന്ന ടൈമാണ്. അപ്പോൾ അമ്മയ്ക്ക് അവിടെ കൂടെ നടന്നു പോകാനുള്ള ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് തൊട്ട് മുമ്പത്തെ ദിവസം അല്ലെങ്കിൽ അന്നേ ദിവസം തന്നെ ഇവരവിടെ എത്തിയ ടൈമിൽ നീന്തിപ്പോയ അതേ സ്ഥലത്തൂടെയാണ് അമ്മ ഇപ്പോൾ നടന്നു പോകുന്നത്. അത്രയും വെള്ളം കുറവാണ് ഈ ഒരു ടൈമിൽ അവിടെ. അപ്പോൾ അമ്മ അത്രയും ദൂരം നടന്നു പോവുകയാണ്. അപ്പം ലൈക്ക് വൈൽ ഷീ ഈസ് വാക്കിംഗ് ഷീ ഈസ് ഏബിൾ ടു സീ ദ വെരി വാസ്റ്റ് സ്കൈ വിച്ച് ഈസ് ചേഞ്ചിങ് ഇറ്റ്സ് കളേഴ്സ്. അപ്പോൾ അമ്മയ്ക്ക് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സൺറൈസ് അമ്മ അപ്പം കാണാൻ പോവുകയാണ്. അപ്പോൾ ആളും നമ്മുടെ ലൂക്കും അമ്മയുടെ പുറകെ തന്നെ പോവുകയാണ്. സോ ദാറ്റ് ഈ ഒരു ബ്യൂട്ടിഫുൾ സൺറൈസ് അമ്മയുടെ കൂടെ വിറ്റ്നസ് ചെയ്തതിന് ശേഷം
അമ്മയും കൂട്ടി തിരിച്ച് ഹോട്ടലിലേക്ക് ബംഗ്ലാവിലേക്ക് വരാം അതിന് വേണ്ടിയിട്ട് അവരിങ്ങനെ പോവുകയാണ്. ബിക്കോസ് കുറച്ചുകൂടി കഴിഞ്ഞാൽ വീണ്ടും വെള്ളം കയറും. ഈ ഒരു സീ ഫ്ലോർ വീണ്ടും ഇത് മിയർ സാൻഡായിട്ട് മാത്രം നിൽക്കില്ല, അത് സീ ഫ്ലോറായി മാറും. അപ്പോൾ അതിനു മുമ്പ് സൺറൈസ് കണ്ട് അമ്മയും കൂട്ടി തിരിച്ചു പോകാനായിട്ട് നിൽക്കുന്നിടത്താണ് ഈ കഥ അവസാനിക്കുന്നത്. സോ ഇതാണ് ഈ സൈറ്റ് സീയിങ് എന്ന കഥയുടെ ചുരുക്കം. ഇൻ ഷോർട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു മൈഗ്രെയിൻ ഇൻഡ്യൂസ്ഡ് റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് എന്ന രോഗാവസ്ഥ സ്ഥിരീകരിച്ചതിന് ശേഷം അമ്മ എന്ന് പറയുന്ന ക്യാരക്ടറും മകനായ ലൂക്കും കൂടി അമ്മയുടെ അവസാന ആഗ്രഹം എന്നോണം അമ്മയ്ക്ക് സ്ഥലം കാണാനായിട്ട് ഈ ലുക്മാക്ക് എന്ന ആൻഡമാൻ ദ്വീപിലെ ആ ഒരു ഐലൻഡ് കാണാനായിട്ട് ഇവരുടെ ഈ ഒരു ജേണിയാണ് ഈ ഒരു ഹോൾ സ്റ്റോറിയിൽ ഡെപ്പിക്റ്റ് ചെയ്യുന്നത്. അവരൊരു ഫെറാങ്സ് പോലെ, അതായത് ഈ തായ് വേർഡ് ഫോർ ടൂറിസ്റ്റ്, അപ്പോൾ അവർ മറ്റൊരു സ്ഥലത്തേക്ക് ഫെറാങ്സായി പോകുന്നതിനെ പറ്റിയിട്ടാണ് ഇതിൽ പറയുന്നത്. ആ ഒരു അമ്മയുടെയും മകൻ്റെയും റിലേഷൻഷിപ്പിനെ ഇവിടെ നല്ല രീതിയിൽ പൊട്രേ ചെയ്യുന്നുണ്ട്. ആസ് വെൽ ആസ് ഈ ഒരു ആൻഡമാൻ ആൻഡ് തായ്ലൻഡ് ലാൻഡ്സ്കേപ്സിനെ നല്ല രീതിയിൽ പൊട്രേ ചെയ്യുന്നുണ്ട് ഇവിടെ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് സൈറ്റ് സീയിങ്. ഐ ഹോപ്പ് യു പീപ്പിൾ അണ്ടർസ്റ്റുഡ് something. So if you like this video, then please do like, share and subscribe. Thank you.